ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ വർഷം 470 ജനിച്ച് 560 മരണപ്പെട്ട 90 കൊല്ലം ജീവിച്ച ഒരു പ്രബോധകനാണ്. ഏതൊരു മനുഷ്യൻ്റെ വാക്കിലും ചെയ്തിയിലുമൊക്കെ സ്വീകരിക്കാൻ പറ്റിയതും സ്വീകരിക്കാൻ പറ്റാത്തതും ഉണ്ടാകുമെന്നത് അഹ്ലുസുന്ന പഠിപ്പിച്ച അടിസ്ഥാനമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ മദീനയിൽ മസ്ജിദ് നബവിയിൽ ദീനു പഠിപ്പിച്ചിരുന്ന മഹാനായ പണ്ഡിതനാണല്ലോ. അദ്ദേഹം നബിതങ്ങളുടെ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഈ ഖബറിൽ കിടക്കുന്ന ആളുടേതല്ലാത്ത മറ്റാരുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറാളിയുടേത് ഒഴിച്ച്, അഥവാ നബിതങ്ങളുടേത് ഒഴികെ. നബിതങ്ങൾ പറഞ്ഞാൽ അതിൽ പിന്നെ തള്ളേണ്ടതില്ല, സ്വീകരിക്കേണ്ടതേയുള്ളൂ. മറ്റാരു പറഞ്ഞാലും ആരും മഅസൂമീങ്ങളല്ല, പാപ സുരക്ഷിതരല്ല, തെറ്റുപറ്റാത്തവരല്ല. അത് ഷെയ്ഖ് ജീലാനിക്കും ബാധകമാണ്. ഷെയ്ഖ് ജീലാനി കർമ്മശാസ്ത്ര രംഗത്തിൽ ആദ്യം ഷാഫിഈ മദ്ഹബായിരുന്നു, പിന്നെ അത് ഉപേക്ഷിച്ച് ഹംബലിക്ക് പോന്നതാണ്. ഖുതുബിയത്ത് കാണാം, അശ്ശാഫിഈയ്യത ഫസ്റൽ ഹംബലിയ്യ ബിലാ ഹസ്ൻ ലിതഹ്തത ബിൽ ഖൈറൈനി മുഅ്തദിലാ. ഷെയ്ഖ് താങ്കൾ ആദ്യം ഷാഫിയായിരുന്നു, പിന്നെ ഹംബലിയായി. അഖീദയിലും ഷെയ്ഖ് ഹംബലിയാണ്, അശ്അരിയല്ല. അശ്അരിയല്ലെന്ന് മാത്രമല്ല, അശ്അരികളുടെ വിശ്വാസം തന്നെ ശരിയല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച ആൾ കൂടിയാണ് ഷെയ്ഖ് ജീലാനി. അശ്അരികൾ പറയുന്ന, മാതുരിദികൾ പറയുന്ന അല്ലാഹു തആലയുടെ നാമഗുണ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയത്തിലും അശ്അരി ത്വരീഖത്ത്, അശ്അരി നിലപാട് ശരിയല്ലെന്ന് വാദിക്കുകയും അത് ബിദ്അത്തിന്റെ വാദമാണ് എന്ന് തന്നെ പഠിപ്പിക്കുകയും ചെയ്താണ് ഷെയ്ഖ് ജീലാനിയും ജീലാനി ശിഷ്യന്മാരായി പിന്നീട് രംഗത്ത് വന്ന ഹംബലി പണ്ഡിതന്മാരുമൊക്കെ. വിശ്വാസ മേഖലയിൽ ഇമാം അഹ്മദിൻ്റെ നിലപാടാണ് ഇമാം ഷെയ്ഖ് ജീലാനി തൻ്റെ നിലപാടായി പ്രഖ്യാപിച്ചത്. ഇമാം അഹ്മദിൻ്റെ നിലപാടാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഷെയ്ഖ് ജീലാനി ചോദിക്കുന്നുണ്ട്, ഇമാം അഹ്മദിൻ്റെ വിശ്വാസമല്ലാത്തൊരു വിശ്വാസം സ്വീകരിക്കുന്ന ഒരാൾ വലിയാകുമോ? ജീലാനി പറഞ്ഞു, മാ കാന വലാ യകൂനു, അത് ഉണ്ടായിട്ടില്ല, അതൊട്ട് ഉണ്ടാവുകയുമില്ല. അപ്പം ആ നിലയ്ക്ക് സലഫി അഖീദയാണ് പല വിഷയത്തിലും ഷെയ്ഖ് ജീലാനി സ്വീകരിച്ചത്. എന്നാൽ മാനുഷികമായി ചില അബദ്ധങ്ങളൊക്കെ വിശ്വാസരംഗത്ത്, അതുപോലെ ചില നിലപാടുകളിൽ ഷെയ്ഖ് ജീലാനിക്ക് സംഭവിച്ചിട്ടുണ്ട്, സംശയമേതുമില്ല. അത് ഞങ്ങളാരെങ്കിലും സ്വന്തമായി ഉണ്ടാക്കി പറഞ്ഞ ഒരു കാര്യമൊന്നുമല്ല. ഷെയ്ഖ് ജീലാനിയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗ്രന്ഥം തന്നെ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി വ ആറാഉഹു അൽ ഇഅ്തിഖാദിയ്യ വ സൂഫിയ്യ എന്ന് പറയുന്ന ഒരു പഠനമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും, സൂഫി നിലപാടുകളും വിശ്വാസരംഗത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഇങ്ങനെ രണ്ടാക്കി വേർതിരിക്കുകയും അദ്ദേഹം ഹംബലി മദ്ഹബ് കർമ്മരംഗത്തും ഇമാം അഹ്മദിൻ്റെ വിശ്വാസ സരണിയും സ്വീകരിച്ചുവെന്ന് പറയുന്ന അതേ സമയം തന്നെ അതല്ലാത്ത മറ്റു ചില വഴികൾ അദ്ദേഹം അതിനെ കൂടെ സ്വീകരിച്ചു പോന്നു. അത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട അഖീദയ്ക്ക് എതിരാണ്. അതിനർത്ഥം ഷെയ്ഖ് ജീലാനി പുത്തൻവാദിയാണെന്നോ ഷെയ്ഖ് ജീലാനി ഹറാം ചെയ്തു എന്നൊന്നും അതിനർത്ഥമില്ല. അങ്ങനെയൊന്നും നമ്മുടെ വിശ്വാസത്തിൽ പറഞ്ഞിട്ടുമില്ല. കേട്ടപ്പോൾ അങ്ങനെ തോന്നിയെങ്കിൽ അത് നല്ല ലക്ഷണമാണ് എന്ന് മാത്രം. ഏതായിരുന്നാലും ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി സൂഫി നിലപാടുകൾ പലതിലും സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇമാം അഹ്മദിൻ്റെ നിലപാടല്ല. അദ്ദേഹം ഖാദിരിയ ത്വരീഖത്തിൻ്റെ സ്ഥാപകനായി വന്നത് തന്നെയാണ്. അത് ചില ന്യായങ്ങൾ പിൽക്കാലത്തുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നു. അന്നത്തെ കാലത്ത് ആളുകളെ ശരിയായ ദീനിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ത്വരീഖത്തിൻ്റെ പേരിൽ ഒരു ത്വരീഖത്തുണ്ടാക്കുകയും ആ ത്വരീഖത്തിലൂടെ കിതാബും സുന്നത്തും പഠിപ്പിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് ചിലർ അതിന് ന്യായമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പല വിഷയത്തിലും അദ്ദേഹം ത്വരീഖത്തിൻ്റെ തസവുഫിൻ്റെ മാർഗം സ്വീകരിക്കുകയും മുരീദ്, റിയാദകൾ, ബൈഅത്തുകൾ തുടങ്ങിയ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും അല്ലാത്തതുമായ വ്യത്യസ്തമായ വഴികളെ അദ്ദേഹം അതിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. തവക്കുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശരിയായ അഹ്ലുസുന്ന പറഞ്ഞ നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചത്.
അഹ്ലുസുന്ന സ്വീകരിച്ച തവക്കുൽ എന്നത് അസ്ബാബുകൾ പ്രാവർത്തികമാക്കുകയും അതിനപ്പുറമുള്ളത് റബ്ബിൽ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹ് നിശ്ചയിച്ച കാര്യകാരണ ബന്ധങ്ങളെ, വ്യവസ്ഥകളെ ഉപയോഗിക്കുക. അവലംബം പടച്ച റബ്ബിലാവുക. വ്യവസ്ഥകളെ ഒഴിവാക്കലല്ല തവക്കുൽ. വ്യവസ്ഥകളെ ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ചികിത്സിക്കുക തുടങ്ങിയ വഴികൾ ഉപയോഗിക്കുക എന്ന ആശ്രയം പടച്ച റബ്ബാവുക. ഷെയ്ഖ് ജീലാനി അതും പാടില്ല എന്ന് പഠിപ്പിച്ച ആളാണ്. ആ അസ്ബാബുകളും പാടില്ല. കുല്ലു ഷൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സ്വനമുക എന്നാണ് ഷെയ്ഖ് ജീലാനി ഫുതൂഹുൽ ഗൈബിൽ പരിചയപ്പെടുത്തിയത്. ഏതൊക്കെ വസ്തുവിൽ, ഏത് കാര്യത്തിൽ നീ അവലംബിച്ചുവോ അതെല്ലാം നിന്റെ വിഗ്രഹമാണ്. ഫലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബി. ഖൽബിൽ ശിർക്ക് വെച്ചുകൊണ്ട്, നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞാൽ നിനക്ക് പ്രയോജനമില്ല. അദ്ദേഹം ശിർക്കായി പറഞ്ഞത് ഏതാ? അസ്ബാബുകൾ സ്വീകരിക്കലാണ്. അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പാടില്ല. ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല. ഒരാളെ മുമ്പിലും ഒന്നും അവതരിപ്പിക്കാൻ പാടില്ല. മാ സഅല الناس من سأل إلا لقلة معرفته. ഒരാൾ ഒരു മനുഷ്യനോട് ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹിനെ പറ്റിയുള്ള അറിവിൻ്റെ കുറവ് കൊണ്ടാണ് അയാൾ ചോദിക്കുന്നത്. വമാ തഅഫഫ മൻ തഅഫഫ. ചോദിക്കാതെ മാറി നിന്നാൽ അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് അവൻ മാറി നിൽക്കുന്നത്. അപ്പോൾ ഒരു സൃഷ്ടിയെയും, ഒരു പടപ്പിനെയും, ഒരു മനുഷ്യനെയും ഒന്നിനും ആശ്രയിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല. അസ്ബാബടക്കം ഒഴിവാക്കുക എന്ന തവക്കുലാണ് ജീലാനി പഠിപ്പിച്ച തവക്കുൽ. ആ തവക്കുൽ അഹ്ലുസുന്ന പഠിപ്പിച്ച തവക്കുലല്ല. ആ തവക്കുൽ സൂഫി തവക്കുലാണ്. അതിവിടെ ഗസാലിയാണ് ആദ്യമായി അങ്ങനെ പരിചയപ്പെടുത്തിയത്. അതാണ് പിന്നീട് അവിടെ വ്യത്യസ്തമായ വഴികളിൽ കൊണ്ടുവന്നത്. ഗസാലിയും ജീലാനിയും ഏതാണ്ട് ഒരു കാലക്കാരാണ്. ജീലാനി 470 ജനിച്ചു, 560 മരിച്ചു. ഗസാലി 505 മരിച്ചു. ജീലാനിയേക്കാൾ 56 കൊല്ലം മുമ്പാണ് ഗസാലി മരണപ്പെട്ടത്. അപ്പം ഇങ്ങനെ ചില വിഷയത്തിലൊക്കെ അഖീദയുമായി ബന്ധപ്പെട്ട ചില മേഖലകളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച ചില അബദ്ധങ്ങളെ ശേഷക്കാരായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വകയായി പറഞ്ഞതല്ല. എന്നാൽ 90% വിഷയങ്ങളും ഹംബലി വിശ്വാസപ്രകാരമാണ്, ഇമാം അഹ്മദിൻ്റെ അഖീദ പ്രകാരം തന്നെയാണ് ഷെയ്ഖ് ജീലാനി മുന്നോട്ട് പോയത് എന്ന് കാണാൻ കഴിയും. ഹാദാ വല്ലാഹു അഅലം. അപ്പോൾ നിങ്ങളുടെ മറുപടി സവിസ്തരം ശ്രദ്ധിച്ചു. നിങ്ങൾ ഫൈസൽ മൗലവിയോടാണ് അവതരിപ്പിക്കുമ്പോൾ ഷെയ്ഖ് ജീലാനിക്ക് ചേർക്കപ്പെട്ടത്, ഷെയ്ഖ് ജീലാനി ഇങ്ങനെ ഒന്നും അല്ല, ഷെയ്ഖ് ജീലാനിക്ക് ത്വരീഖത്തൊന്നും ഇല്ല എന്ന രൂപത്തിലല്ലേ ഇത്ര നേരം അവതരിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ആദ്യ അവതാരകന് പറ്റിയ അത് പറഞ്ഞതാണ്, സത്യം അള്ളാഹു വെളിവാക്കിയതാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ ശരിയാണ്, ഷെയ്ഖ് ജീലാനി ഒരു ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ് ത്വരീഖത്ത് ഉണ്ടാക്കിയത്? കിതാബും സുന്നത്തും അനുസരിച്ച് ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി. അത് ഫൈസൽ മൗലവി ഇനി ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നിയതാണെന്ന് പറയോ? കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് ജീലാനി ത്വരീഖത്ത് ഉണ്ടാക്കിയത്. ആ ത്വരീഖത്തിലാണ് ഞങ്ങളുള്ളത്. കിതാബും സുന്നത്തും അല്ലാത്ത മറ്റൊന്നിനെയും ഇമാമിങ്ങളും അതേപോലെ മദ്ഹബിന്റെ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളും സ്വീകരിക്കാതെ മറ്റൊന്നിനെയും സ്വീകരിക്കരുത് എന്ന് പഠിപ്പിക്കാനാണ് ജീലാനി തങ്ങൾ ത്വരീഖത്ത് ഉണ്ടാക്കിയത്. ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തെ. ചോദ്യം സുഹൃത്തെ സമാധാനിക്കൂ, ചോദിക്കാം. ചോദ്യം ചോദിക്കാം. ഒരു മിനിറ്റ് ജസ്റ്റ് നിങ്ങൾ സമയം തരും. നിങ്ങൾ എന്തിനാണ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ വേദി ഉണ്ടാക്കിയത്? നമ്മൾ പറഞ്ഞല്ലോ ചോദ്യം ലഘുവായ വാക്കുകളല്ലേ. ഞാൻ ലഘുവായ വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ, ഷെയ്ഖ് ജീലാനി പറഞ്ഞത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലാണ് എന്ന് വെച്ചാൽ എൻ്റെ ത്വരീഖത്ത് ഉണ്ടാക്കിയത് ഫൈസൽ മൗലവി പറഞ്ഞതുപോലെ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടി നിങ്ങൾ ത്വരീഖത്തിനെ എതിർക്കുന്നു? കിതാബും സുന്നത്തും അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ ത്വരീഖത്ത് ആവശ്യമാണ് എന്നല്ലേ നിങ്ങൾ ഇവിടെ അംഗീകരിച്ചു വരുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ത്വരീഖത്തിനെ എതിർക്കുന്നു? ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ തസ്കിയത്താണ്. ഇന്ന തസവ്വുഫ കുല്ലുഹു ലഹുൽ അദബ്. അദബ് ഇസ്ലാമികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ത്വരീഖത്ത്. അതാണ് ഗൗസുൽ ആലം പഠിപ്പിച്ചത് എന്ന് ഫൈസൽ മൗലവിയുടെ വ്യക്തമായി പറഞ്ഞു. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് എന്താണ് ഫൈസൽ മൗലവി പറയാനുള്ളത്? അതില് ഒന്നാമത് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത്, വിശ്വാവതകരൻ പറഞ്ഞ സമയത്ത് മഹാനായ ജീലാനി തങ്ങൾക്ക് തെറ്റുപറ്റി
എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ ഹസീബ് ചോദ്യം ചോദിച്ചത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മറുപടി പറഞ്ഞ സമയത്ത് ഒന്ന്, ഫൈസൽ മൗലവി തുടങ്ങിയതു തന്നെ നബിമാർ മാത്രമാണ് പാപസുരക്ഷിതർ, മനുഷ്യർക്കെല്ലാവർക്കും തെറ്റ് പറ്റുമെന്നതിന് ഇമാം മാലിക് റഹിമഹുല്ലയുടെ കൗലും ഉദ്ധരിച്ചു. അതിന് ശേഷം പിന്നീട് പറഞ്ഞത്, ആദ്യകാലത്ത് ഷാഫിഈ മദ്ഹബ് പിൻപറ്റിയിരുന്ന ആളായിരുന്നു ഷെയ്ഖ് ജീലാനി എങ്കിൽ പിന്നീട് ഹംബലി മദ്ഹബിലേക്ക് മാറുകയും അഖീദയുടെ വിഷയത്തിൽ പോലും അദ്ദേഹം ഹംബലി ത്വരീഖത്തിനെയായിരുന്നു എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഹംബലി മദ്ഹബിനെയാണ് സ്വീകരിച്ചത്. ആ ഹംബലി മദ്ഹബിൽ ആയിരിക്കെ തന്നെ ഇമാം ഗസാലിയെ പോലെയുള്ള ആളുകൾ പഠിപ്പിച്ചിട്ടുള്ള തവക്കുൽ അഥവാ സബബുകളെ സ്വീകരിക്കുന്നത് ശിർക്കാണ് എന്ന വാദത്തിലേക്ക് അദ്ദേഹം പോകുകയും ആ രംഗത്ത് അദ്ദേഹത്തിന് പിഴവ് സംഭവിക്കുകയും ചെയ്തു. സ്വാഭാവികമാണ്, മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ പിഴവ് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും തെറ്റു സംഭവിച്ചാൽ തന്നെ അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല എന്നതാണ് മൊത്തത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് പറഞ്ഞത്. ഇതിലൊരിക്കലും തന്നെ മഹാനായ ജീലാനിയുടെ ത്വരീഖത്തിനെ സത്യപ്പെടുത്തുകയോ അത് പിൻപറ്റുകയോ ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ച് അഹ്ലുസുന്നയുടെ അഖീദയായി കൊണ്ട് എണ്ണപ്പെടുന്ന ഹംബലി മദ്ഹബിലെ അസ്ലിൽ നിന്ന് തന്നെ തെറ്റിപ്പോയ ആളാണ്, അതല്ലെങ്കിൽ ആ രംഗത്ത് പല തെറ്റുകളും സംഭവിച്ചു എന്നതിനുള്ള തെളിവായി കൊണ്ടാണ് ഗസാലി ഇമാമിൻ്റെ അഖീദയിലെ തന്നെ തവക്കുലുമായി ബന്ധപ്പെട്ട വിഷയത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ഭാഗം ഫൈസൽ മൗലവി തന്നെ ചേർത്ത് പറയുന്നതായിരിക്കും. അൽഹംദുലില്ലാഹ്. അദ്ദേഹം ഇപ്പം രണ്ടാമതിലേക്ക് കൂട്ടിച്ചോദിച്ചത് ഷെയ്ഖ് ജീലാനി ത്വരീഖത്തുണ്ടാക്കി അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കാനാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ത്വരീഖത്തിനെ നിങ്ങൾ എതിർക്കുന്നത് എന്നാണ്. രണ്ടു കാരണമാണ്. ഒന്ന്, ഷെയ്ഖ് ജീലാനി ഇമാം അഹമ്മദിൻ്റെ മദ്ഹബ് അഖീദയിൽ സ്വീകരിക്കുന്നുവെന്ന് പറയുന്നു. ഇമാം അഹമ്മദ് ത്വരീഖത്തുണ്ടാക്കിയിട്ടില്ല. ഇമാം അഹമ്മദിൻ്റെ മദ്ഹബിൽ അഖീദയിൽ ത്വരീഖത്തുകൾക്ക് സ്ഥാനവുമില്ല. എന്നല്ല, അത്തരം ത്വരീഖത്തുകളെ അതിശക്തമായി എതിർത്ത ആൾ കൂടിയാണ് ഇമാം അഹമ്മദ്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദിനെ അഖീദ സ്വീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ഒരു പണ്ഡിതനിൽ വന്ന ഒരു അബദ്ധം തന്നെയാണ് ത്വരീഖത്തുണ്ടാക്കി എന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഷെയ്ഖ് ജീലാനി ഉണ്ടാക്കിയ ഖാദിരിയ ത്വരീഖത്തും ഇന്നുള്ള ഖാദിരിയ ത്വരീഖത്തും യാതൊരു ബന്ധവുമില്ല. അത് രണ്ടും രണ്ടാണ്. ഏതുപോലെ ഷിയാക്കൾ പറയും ഞങ്ങൾ അലിയുടെ കക്ഷിയാണ്, അപ്പം അലി ഞങ്ങളും സമ്മതിക്കുമല്ലോ, പിന്നെന്താ ഞങ്ങൾ ആക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പേര് തന്നെ ഷിഅത്തു അലീന, അലിയുടെ പാർട്ടി. അലിയോട് നമുക്ക് വല്ല വിരോധമുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ അലിയോട് വിരോധമില്ലെങ്കിൽ അലിയുടെ പാർട്ടിയെ ഞങ്ങളോട് എന്തിന് വിരോധം എന്ന് ഷിയ ചോദിച്ചാൽ നമുക്കെന്താണോ മറുപടി, അത് തന്നെയാണ് ഇന്ന് ത്വരീഖത്തുകാരെ നടക്കുന്ന ആളുകൂടെ നമുക്ക് പറയാനുള്ളത്. ത്വരീഖത്തിൻ്റെ പേരിൽ ഇവിടെ ഞങ്ങളൊക്കെ അവതരിപ്പിച്ചതും ഇനി അവതരിപ്പിക്കാത്തതുമായ 100,000 അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളൊന്നും ഷെയ്ഖ് ജീലാനി ത്വരീഖത്തെ പേരിൽ പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ഖ് ജീലാനിക്ക് പരിചയമില്ലാത്ത, ഷെയ്ഖ് ജീലാനി പഠിപ്പിക്കാത്ത, ഷെയ്ഖ് ജീലാനി സ്വീകരിക്കാത്ത തരത്തിലാണ് പിന്നീട് ത്വരീഖത്തിൻ്റെ പേരിൽ വന്നത്. ഖാദിരിയ ത്വരീഖത്തിൽ പേരിടും എന്നുള്ള എല്ലാം ഖാദിരിയല്ല, എല്ലാം ഒരു മാതിരിയാണ് എന്നേ ഉള്ളൂ. ഖാദിരിയത്തുമായി യാതൊരു ബന്ധവുമില്ല. ഇന്ന് ബാലുവ ത്വരീഖത്ത് ഖാദിരിയാണ്, ആനന്ദ ത്വരീഖത്ത് ഖാദിരിയാണ്, ജീലാനി ത്വരീഖത്ത് ഖാദിരിയാണ്. ഇങ്ങനെ ഒരുപാട് ത്വരീഖത്തുകൾ ഖാദിരിയ ത്വരീഖത്തിൻ്റെ കൈവഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രംഗത്തുണ്ട്. അവരും ഖാദിരിയത്തും തമ്മിൽ എന്തു ബന്ധം? യാതൊരു ബന്ധവുമില്ല. ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചത് ഉത്തരം കേൾക്കുന്നില്ല. നിങ്ങൾ ഉത്തരം ശ്രദ്ധിക്കണില്ല. ഉത്തരം ശ്രദ്ധിക്ക്, ചോദിച്ചാൽ മാത്രം പോരല്ലോ. ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചത് ഇജ്അലിൽ കിതാബ വസ്സുന്നത അമാമക വലാ തഗ്തറ ബിൽ ഖീലി വൽ ഖാലി വൽ ഹൗസ്. കിതാബും സുന്നത്തുമാണ് നിന്റെ മുമ്പിൽ നീ വെക്കേണ്ടത്. അതാണ് നിന്റെ പ്രമാണമായി, നിന്റെ മാതൃകയായി നീ സ്വീകരിക്കേണ്ടത്. കീല കാല തുടങ്ങിയ, അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു പറയപ്പെട്ടു തുടങ്ങിയ അത്തരം കീല കാലകളിൽ നീ പെട്ടുപോകരുത്. ഇന്നുള്ളതോ കിതാബും സുന്നത്തും ഇല്ല, പകരം കീലക്കാലകളാണ്. കിതാബും സുന്നത്തും അല്ല, പകരം കീലക്കാലകളാണ്. എല്ലാം
അങ്ങനെ ആര് പറഞ്ഞു ഒരു പിടുത്തില്ല. കീല, ഹുക്കിയ, റുവിയ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കഥകൾ ഉണ്ടാക്കുക, അതെല്ലാം ഖാദിരിയ ത്വരീഖത്തിന്റെ പേരിൽ ചേർത്തി വെക്കുക. ഷെയ്ഖ് ജീലാനി പറഞ്ഞു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഖൽബ് നീ പള്ളിയാക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനെ കൂടെ ഒരാളോടും നീ ദുആ ചെയ്യരുത്. കാരണം അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഇത് പഠിപ്പിച്ച ആളാ ജീലാനി. ഇന്നോ ഖാദിരിയ ത്വരീഖത്തിന്റെ പേരിൽ ആ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ജീലാനിയോട് പോലും സങ്കടം പറയുന്നു. ഇത് ജീലാനി ഷെയ്ഖ് പഠിപ്പിച്ചതല്ല. ഷെയ്ഖ് ജീലാനിയുടെ അഭിപ്രായ വീക്ഷണപ്രകാരം നേരത്തെ സൂചിപ്പിച്ച പോലെ അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. പ്രാർത്ഥന പിന്നെയല്ല, അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പാടില്ല. അതെല്ലാം ശിർക്കാണ്. പടച്ച റബ്ബ് മാത്രം, മറ്റൊന്നിനും ഒരു ആശ്രയവും ഒരു അവലംബവും പാടില്ല എന്ന് സൂഫി തൗഹീദ് പഠിപ്പിച്ചു. എന്നിട്ട് ആ മഹാന്റെ പേരിൽ ഖാദിരിയ ത്വരീഖത്തിന്റെ മറവിൽ ഈ വക എല്ലാം കൊണ്ടടക്കുന്നു. ഇന്ന് കുത്തുബിയ്യത്ത് മൊയ്തീൻ ഷെയ്ഖിന് പരിചയമുണ്ടോ? ഖാദിരിയ ത്വരീഖത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കുത്തുബിയ്യത്ത്. അബ്ദുൽ ഹഫീദ് നിങ്ങൾ ശ്രദ്ധിക്കണില്ല, അത് ശരിയല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുക, നിങ്ങൾ വേറെ പണിയെടുക്കുക, അത് കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കുക ശരിയാണോ? നിങ്ങൾ കേൾക്കി ഇങ്ങനെ കേൾക്കാൻ രണ്ട് കൽപ്പ് നിങ്ങൾ അവിടെയൊന്നുമില്ലല്ലോ. അവരാണെങ്കിൽ തന്നെ കഴിയില്ല, പിന്നെ അല്ലെങ്കിൽ ഏതായാലും കഴിയില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതും ഇന്ന് കൊണ്ടടക്കും രണ്ടും രണ്ടാണ്. ഖാദിരിയ ത്വരീഖത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് കുത്തുബിയ്യത്ത്. കുത്തുബിയ്യത്തും ഷെയ്ഖ് ജീലാനിയും വല്ല ബന്ധമുണ്ടോ? ജീലാനി വഫാത്തായി ഏതാണ്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ആ കുത്തുബിയ്യത്ത് ഉണ്ടാകുന്നത്. ഷെയ്ഖ് ജീലാനി വഫാത്തായത് ഹിജ്റ 560. കുത്തുബിയ്യത്ത് ഉണ്ടാക്കിയാൽ വഫാത്തായത് ഹിജ്റ 1115. 1115. അപ്പം ജീലാനി മരിച്ച് 500 കൊല്ലത്തിലേറെ കഴിഞ്ഞിട്ടാണ് കുത്തുബിയ്യത്ത് ഉണ്ടാക്കിയ സലഖത്തുല്ലാഹിൽ കാഹിലി എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരൻ വഫാത്താകുന്നത്. അപ്പം പിന്നെ ഖാദിരിയ ത്വരീഖത്തും ഈ കുത്തുബിയ്യത്ത് എങ്ങനെ ജീലാനിക്ക് ബന്ധമുണ്ടാവുക? മുഹീദ്ദീൻ മാല 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ട് നിന്നുണ്ടായത്. മുഹീദ്ദീൻ ഷെയ്ഖ് മരിച്ച് ഏതാണ്ട് 500-600 കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് നിന്നാണ് മുഹീദ്ദീൻ മാല ഉണ്ടായത്. അതും ഇന്ന് ഖാദിരിയ ത്വരീഖത്തിൻ്റെ ഏർപ്പാടാണ്. മുഹീദ്ദീൻ റാത്തീബ് വേറെയാണ്, മുഹീദ്ദീൻ മാല വേറെയാണ്. മാല കഴിഞ്ഞാൽ പിന്നെ ഇരവ് വേറെയുണ്ട്. ഇതൊന്നും ഷെയ്ഖ് ജീലാനി അറിഞ്ഞിട്ട് പോലുമില്ല. ജീലാനിയുടെ കാലത്ത് മുഹീദ്ദീൻ മൗലിദില്ല, മുഹീദ്ദീൻ മാല ഇല്ല, മുഹീദ്ദീൻ റാത്തീബില്ല, കുത്തുബിയ്യത്തില്ല, ഇതൊന്നുമില്ല. ഇന്ന് ഖാദിരിയ ത്വരീഖത്തിൽ അതെല്ലാം ഉണ്ട്. ഷെയ്ഖ് ജീലാനിയുടെ വീക്ഷണപ്രകാരം പടച്ച റബ്ബിൻ്റെ പടപ്പുകളിൽ ഒരു പടപ്പിനോടും ആവലാതി പോലും പറയാൻ പാടില്ല. ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹിൻ്റെ പടപ്പുകളിൽ ഒരു പടപ്പിനോടും നീ ആവലാതി പോലും പറയരുത്. ഫദാക ഇസ്റാകും മിൻക ബിഹി, അത് നീ റബ്ബിൽ ശിർക്ക് ചെയ്യലാണ്, പങ്കു ചേർക്കലാണ്. ലിഅന്നഹു ലാ ദാറ വലാ നാഫിഅ വലാ മുഅ്തിയ വലാ മാനിഅ ഗൈറുഹു. നൽകുന്നവൻ അല്ല മാത്രം, തടയുന്നവൻ അല്ല മാത്രം, ഉപകാരം ചെയ്യുന്നവൻ അല്ല മാത്രം, ദോഷം നൽകുന്നവൻ അല്ല മാത്രം. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രം നീ സഹായം അർത്ഥിക്കുക. ഇന്നോ വമൻ യുലാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സർമൻ ലിഗഫ്വതിഹി അജബ്തുഹു മുസ്ലിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദു യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഒറ്റക്കിരുന്ന് ശ്രദ്ധ മുഴുവൻ ഷെയ്ഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി 1000 പ്രാവശ്യം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് ജീലാനി പറഞ്ഞുവെന്നാണ് കുത്തുബിയ്യത്തിലുള്ളത്. അത് ജീലാനിയുമായി ബന്ധമില്ല. അപ്പം ജീലാനിൻ്റെ പേര് പറയാമെന്നല്ലാതെ ജീലാനിയുമായോ ജീലാനി ഉണ്ടാക്കിയ ത്വരീഖത്തുമായോ യാതൊരു ബന്ധവും ഇന്ന് ഖാദിരിയ ത്വരീഖത്തിനില്ല. എല്ലാ ത്വരീഖത്തും അങ്ങനെ തന്നെ.